നമസ്കാരം. ഫണ്ട് 360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം വളരെയധികം പേർ കുറേ തവണകളായിട്ട് മെസ്സേജൊക്കെ അയച്ച് ചോദിച്ചിരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപകർക്ക്, ഓഹരി വിപണിയിലെ നിക്ഷേപകർക്ക് വേണ്ടി വായിച്ചു പഠിക്കാൻ കഴിയുന്ന കുറച്ച് പുസ്തകങ്ങൾ, അവയെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരണം. അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഏതൊക്കെയാണുള്ളത്, പ്രത്യേകിച്ച് മലയാളത്തിലും ഉണ്ടെങ്കിൽ അത്. അപ്പോൾ നമുക്ക് പലപ്പോഴും നമുക്കറിയുന്ന പോലെ തന്നെ ഏകദേശം ഒരു 80 മുതൽ 90% ആളുകൾക്കൊന്നും പുസ്തകം വായിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റ്, അതായത് ഓഹരി വിപണിയിലേക്ക് വന്നിട്ടുള്ളത് പലതും ചെറുപ്പക്കാരാണ്. അവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ മൊബൈലിൻ്റെ അകത്ത് സെർച്ച് ചെയ്ത ഒരു വിവരങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതാണ് കൂടുതൽ ഇഷ്ടവും അതാണ് നടക്കുന്ന ഒരു കാര്യം. അതേസമയം അവയ്ക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ അകത്ത് കയറിയിട്ട് നിങ്ങൾ ഏതെങ്കിലും വിവരം സെർച്ച് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബ്ലോഗിൻ്റെ അകത്ത് കയറി നിങ്ങൾ ഏതെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിലോ ഒന്നാമത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ഒരു വിവരങ്ങൾക്കൊന്നും ഒരു ആധികാരികതയില്ല. പലപ്പോഴും ആർക്ക് എന്ത് വേണമെങ്കിലും ഇൻ്റർനെറ്റ് സ്പേസിൻ്റെ അകത്ത് എഴുതാം. യൂട്യൂബിൻ്റെ അകത്താണെങ്കിലും ആർക്ക് എന്ത് വേണമെങ്കിലും വന്നു കഴിഞ്ഞിട്ട് എന്തും പറഞ്ഞിട്ട് പോകാം. അവയെല്ലാം സത്യമായിക്കൊള്ളും നിർബന്ധമില്ല. അതേസമയം ബുക്കിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഒന്ന്, പലപ്പോഴും പബ്ലിഷ് ചെയ്യാനൊരു പബ്ലിഷർ ഉണ്ടാകും. ആ പബ്ലിഷറുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് സാധാരണ അതെല്ലാം ലാംഗ്വേജ് മുതൽ പ്രൂഫ് റീഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും, കണ്ടൻറ് ആണെങ്കിലും ശരി, ലാംഗ്വേജ് ആണെങ്കിലും ശരി, എല്ലാം പ്രൂഫ് റീഡ് ചെയ്യാൻ വേണ്ടിയുള്ള സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാകും. മിക്ക പബ്ലിഷേഴ്സും വളരെ പ്രശസ്തരായിട്ടുള്ളതോ അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ളതോ ഉള്ള ഓതേഴ്സിൻ്റെ ബുക്സ് മാത്രമേ പബ്ലിഷ് ചെയ്യുള്ളൂ. ആ ഒരു ഫീൽഡിൽ അവർ കഴിവ് തെളിയിച്ചവരുടെ മാത്രമേ പബ്ലിഷ് ചെയ്യാൻ ധൈര്യപ്പെടൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പുസ്തകങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവുകൾ അവ എപ്പോഴും ആധികാരികമായിരിക്കും. അതുകൊണ്ടാണ് പുസ്തകങ്ങളുടെ ആ ഒരു വില അവിടെ അതുപോലെ തന്നെ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും എനിക്ക് പലരും മെസ്സേജ് അയച്ചത് എന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 8ഓളം പുസ്തകങ്ങൾ. അവയിൽ ഏകദേശം 4ഓളം പുസ്തകങ്ങളൊക്കെ മലയാളമാണ്. അപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് 8ഓളം പുസ്തകങ്ങളാണ്. അപ്പോൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഉള്ള സ്റ്റോക്ക് മാർക്കറ്റ് ബുക്സിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊരു കണ്ടമാനം കിടക്കുന്നുണ്ട്. മലയാളത്തിൽ കാര്യമായിട്ടില്ലെങ്കിൽ പോലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും കണ്ടമാനം പുസ്തകങ്ങൾ കിടപ്പുണ്ട്. അവയിൽ തന്നെ നമുക്ക് വായിച്ചാൽ പ്രയോജനമുണ്ട് എന്ന് തോന്നുന്ന പുസ്തകങ്ങൾ സത്യം പറഞ്ഞാൽ കയ്യിലെണ്ണാവുന്നവ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തെന്ന് പറയുന്ന പോലെയാണ്, ഒന്നുകിൽ വളരെയധികം തിയറട്ടിക്കലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബുക്സാണ്. ഒരു തിയറട്ടിക്കൽ അപ്രോച്ചാണ്, വളരെ അക്കാഡമിക് ആയിട്ടുള്ള അപ്രോച്ചാണ്. അതായത് ഇതിൻ്റെ അണ്ടർലൈങ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചൊക്കെ ഉള്ളതാണ്. പലപ്പോഴും ഒരു സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപകരെ സംബന്ധിച്ച് അത്രയധികം ഒന്നും അറിയേണ്ട ആവശ്യം വരില്ല. അല്ലെങ്കിൽ വളരെ സർഫസ് ലെവലിലുള്ളതാണ്. വളരെ സർഫസ് ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന്, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള ഏത് സാധാരണക്കാരനും അറിയാവുന്ന കാര്യങ്ങൾ മാത്രം എഴുതി വെച്ചിട്ട് കിൻഡിൽ പബ്ലിഷിംഗ് നടത്തുന്ന പോലെ ചെയ്തിട്ടുള്ള കുറേ പബ്ലിഷിങ്. അപ്പോൾ ഇവ രണ്ടും അല്ലാതെ എന്തെങ്കിലും പ്രയോജനമുള്ള കുറച്ച് പുസ്തകങ്ങൾ എന്ന് തോന്നി ചില പുസ്തകങ്ങൾ ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള, തിരഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അവയിൽ ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പോലെ അതിൽ ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്ന ഒരു പുസ്തകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുസ്തകമാണ്. അതായത് വായിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ഈ പുസ്തകം ട്രേഡ് ലൈക്ക് എ സ്റ്റോക്ക് മാർക്കറ്റ് വിസാർഡ്. ഇത് മാർക്ക് മൈനവിനിയുടെ ഒരു പുസ്തകമാണ്. ഒരു ബെസ്റ്റ് സെല്ലറായിരുന്നു പല വർഷങ്ങളും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയുന്നത് പുള്ളിയുടെ ഒരു സ്പെസിഫിക് എൻട്രി പോയിൻ്റ് അനാലിസിസ്, അതായിരുന്നു പുള്ളിയുടെ ആ ഒരു കാലത്ത് ഉള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു തിയറി ആയിട്ട് പുട്ട് ഫോർവേഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, ഒരു ഈസി ആയിട്ട് വായിക്കാൻ പറ്റിയ രീതിയിലൊക്കെ തന്നെയാണ്. ഞാനത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചതാണ്. അപ്പോൾ അത്ര കാര്യമായി എന്തുമാത്രം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്നും എനിക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിയുമെന്നൊക്കെ ഉള്ളതൊക്കെ ഒരു ചോദ്യമൊക്കെ തന്നെയാണ്. എങ്കിലും ഞാൻ 2-3 ദിവസങ്ങളൊക്കെ എടുത്തത് ഇതിന് വേണ്ടിയിട്ടൊക്കെ തന്നെയായിരുന്നു. ഇതൊക്കെ ഒന്ന് അറ്റ്ലീസ്റ്റ് ഇതിനകത്ത് കൂടി ഒന്നും കൂടി ഒന്ന് നോക്കാമെന്ന് കരുതാൻ. അപ്പം ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു പുസ്തകമാണ്. ലാംഗ്വേജ് വൈസ് നോക്കുകയാണെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ളതാണ്. സ്പെസിഫിക് എൻട്രി പോയിൻ്റ് അനാലിസിനെ കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. നമുക്ക് സ്പെസിഫിക് എൻട്രി പോയിൻ്റ് അനാലിസിസ് എന്താണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വേണമെങ്കിൽ നമുക്ക് പ്രതിപാദിക്കാവുന്നതാണ്. അത് വിട്ടേക്കുക, വായിക്കാൻ പറ്റുന്നവർ വായിക്കാം. പിന്നെ ഇൻഡസ്ട്രി ഗ്രൂപ്പ്സ്, ഫണ്ടമെൻ്റൽസിനെ കുറിച്ച് നമ്മൾ എന്തുകൊണ്ട് വളരെയധികം ബോധേഡ് ആകണം, നമ്മൾ ട്രെൻഡ്സ്, ഗോ വിത്ത് ദ ട്രെൻഡ്സ് എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ പോലും ടെക്നിക്കൽസിൻ്റെ മുകളിൽ വളരെയധികം സ്പെസിഫിക് ആയിട്ട് നമ്മൾ ബോധർ ചെയ്യുന്നു, അതിൻ്റെ മുകളിൽ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഫണ്ടമെൻ്റൽസ് എന്തുകൊണ്ട് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ റിസ്ക് മാനേജ്മെൻറ്റിനെ കുറിച്ച് നന്നായിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പം കഴിയുന്നവർ ഈ ഒരു പുസ്തകം വാങ്ങിച്ചിട്ട് വായിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ, കുറച്ച് സമയമെടുത്ത് വായിച്ചാൽ പോലും നിങ്ങൾക്കത് ജീവിതത്തിലൊരു അസറ്റ് തന്നെയായിരിക്കും. അതൊരു സമ്പത്തായി തന്നെ നിലനിൽക്കും. രണ്ടാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ഇതാണ്, ഹൗ ടു മേക്ക് മണി ട്രേഡിംഗ് വിത്ത് കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്. അപ്പോൾ ടെക്നിക്കൽസ് വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കുന്നവർക്ക് സംബന്ധിച്ച് ഇതൊരു നല്ലൊരു ഹാൻഡ് ബുക്കാണ്.
ഇതൊരു റിലേറ്റീവ്ലി വളരെ പുതിയൊരു പുസ്തകമാണ്, 2-3 വർഷമൊക്കെ ആയിട്ടുള്ളൂ ഇത് പബ്ലിഷ് ചെയ്തിട്ട്. അപ്പം ബാലകൃഷ്ണ സദേർക്കേഴ്സിൻ്റെ ആണ് ഇത്. അപ്പം വിഷൻ ബുക്സ് എന്ന് പറഞ്ഞിട്ടൊരു പബ്ലിഷിംഗ് കമ്പനിയാണിത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അത് ലാംഗ്വേജ് വളരെ സിമ്പിളാണ്, ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും. പിന്നെ ബുക്ക് ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കാണുന്ന പോലെ തന്നെ ബുക്ക് നല്ല സ്പേസ് ഒക്കെ വിട്ട് എഴുതിയിരിക്കുന്നതുകൊണ്ട് സാധാരണ ഒരു ഇന്ത്യൻ റീഡേഴ്സിന് ഇത് വായിക്കാൻ വളരെയധികം അപ്പീലിംഗ് ആയിട്ട് തോന്നും. അതെ, കാരണം ഇദ്ദേഹം അവിടെ ബാലകൃഷ്ണ സദേക്കർ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് ഒരു അക്കാഡമിയൊക്കെ നടത്തുന്ന ആളാണ് വളരെ കാലങ്ങളായിട്ട്. അപ്പം പുള്ളിയുടെ ട്യൂട്ടോറിയൽ നോട്ട്സ് ആണ് ബേസിക്കലി ബുക്സ് ആക്കി മാറ്റിയത്. അപ്പോൾ ഇത് വിഷൻ ബുക്സ് ആണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഒക്കെ കഴിയുന്നിടത്തോളം ലിങ്ക്സും ബുക്കുകളുടെ പേരുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം താല്പര്യമുള്ളവർക്ക് അവയിൽ കയറി നോക്കാവുന്നതാണ്. മറ്റൊരു ബുക്കെന്ന് പറയുന്നത് 7 Secrets to Investing Like വാറൻ ബഫറ്റ്. അപ്പോൾ ഇത് കുറച്ചൊരു തിയറട്ടിക്കലായിട്ടുള്ളൊരു പുസ്തകമാണ്. തിയറട്ടിക്കലായിട്ടുള്ള പുസ്തകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇന്ന് നമുക്ക് ട്രേഡ് ചെയ്തിട്ട് നാളെ പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന ആ ഒരു എന്താ പറയുക, നമ്മുടെ തലവേദന വരുമ്പം നമ്മൾ ആസ്പിരിനോ അല്ലെങ്കിൽ പാരസിറ്റമോളോ കഴിച്ചാൽ തലവേദന തൽക്കാലത്തേക്ക് മാറ്റാമെന്ന് കരുതുന്ന ആ ഒരു രീതിയിലുള്ളൊരു പുസ്തകമല്ല ഇത്. ഈ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് വളരെയധികം നിക്ഷേപങ്ങൾ നടത്തിയിട്ടോ ട്രേഡ് നടത്തിയിട്ടോ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ നഷ്ടപ്പെട്ടവർക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടതെന്ന് തിരിച്ചറിയാൻ ഉപകരിക്കുന്ന ഒരു പുസ്തകമാണിത്. അപ്പം 7 Secrets to Investing Like വാറൻ ബഫറ്റ്. എഴുതിയത് വാറൻ ബഫറ്റിൻ്റെ മകൻ്റെ വൈഫ് ആയിരുന്ന മേരി ബഫറ്റും സി എന്ന് പറഞ്ഞിട്ട് ഒരു ഓഥറും കൂടിയാണ്. അവർ വളരെയധികം ഈ പറഞ്ഞ പോലെ US വർഷങ്ങളായിട്ട് അവർ ഇങ്ങനത്തെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസൊക്കെ വളരെയധികം നടത്തുന്നതാണ്, സ്റ്റോക്കും ഫിനാൻസിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പലപ്പോഴും ഇത് പേപ്പർ ബാക്ക് എഡീഷനാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇതിന് ഏകദേശം ഒരു 600 രൂപയുടെ അടുത്ത് വില വരും. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു പല പഴയ ബുക്ക് ഷോപ്സിൻ്റെ അകത്തൊക്കെ ചിലപ്പോൾ കിട്ടിയേക്കും. ഇത് ഞാൻ വളരെ വർഷക്കാലങ്ങൾക്ക് മുമ്പ് ഒരു പഴയ ബുക്ക് ഷോപ്പിൻ്റെ അകത്ത് നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്, ചെന്നൈയിൽ നിന്ന്. ഇതിൻ്റെ അകത്ത് പ്രധാനമായും പ്രതിപാദിക്കുന്നത് സ്റ്റോക്ക് ഐഡിയാസ്. ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോക്കിനെ കുറിച്ചുള്ള ഐഡിയാസ് നമ്മൾ എങ്ങനെ നമ്മൾ കോൺസെപ്ച്വലൈറ്റ് ചെയ്യണം, എങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതേപോലെ തന്നെ നമ്മൾ എക്കണോമി, നമ്മുടെ മാക്രോ മൈക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക്സ് എന്തുമാത്രം ഈ നമ്മുടെ സ്റ്റോക്ക് സെലക്ഷനെ ബാധിക്കുന്നു. അതേപോലെ തന്നെ വാല്യുവേഷൻ, എന്തുകൊണ്ടാണ് ഈ വാല്യുവേഷൻ എന്ന് പറയുന്ന ഒരു ടേം ഇത്രയധികം നമ്മൾ കണക്കിലാക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ പുതുതായിട്ട് വന്ന പല നിക്ഷേപകരെ സംബന്ധിച്ചും വളരെയധികം നമ്മൾ ഓവർലുക്ക് ചെയ്യുന്നത്, വിട്ടുകളയുന്ന ഒരു പാർട്ടാണ് വാല്യുവേഷൻ, ഒരു സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ. ഇതൊന്നുമില്ലാതെ മുമ്പോട്ട് പോകുന്നൊരു സ്റ്റോക്കിൻ്റെ മുകളിൽ കയറി ചാടി വീഴുക, പിടിച്ചടക്കുക, ആ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനും പോയി എനിക്കും കൂടി പണം ഉണ്ടാക്കാം. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്ന ഒരു സൈക്കോളജിയിൽ മാത്രം മുമ്പോട്ട് പോകുന്ന പല നിക്ഷേപകരെയാണ് നമ്മൾ ഇന്ന് പുതുതായിട്ട് കാണാനുള്ളത്. ഇതൊന്നുമല്ല, വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തുകൊണ്ട് നമ്മൾ നടപ്പാക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള വളരെ ലളിതമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണിത്, 7 Secrets to Investing Like വാറൻ ബഫറ്റ്. അടുത്ത പുസ്തകം എന്ന് പറയുന്നത് ഇതാണ്, ട്രേഡിംഗ് ഇൻ ദ സോൺ. ട്രേഡിംഗ് ഇൻ ദ സോൺ എന്ന് പറഞ്ഞൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. എസ്പെഷ്യലി ട്രേഡേഴ്സിന് വേണ്ടിയിട്ട്, ഇൻവെസ്റ്റേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല ഇത്. ട്രേഡേഴ്സിനെ പലപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു സ്ട്രാറ്റജി ഫോർമേഷന് വേണ്ടിയിട്ടുള്ളൊരു പുസ്തകമാണിത്. മാർക്ക് ഡഗ്ലസിൻ്റെ ബുക്കാണ്. അപ്പം ഇന്ത്യയിൽ ഇത് ഏകദേശം ഒരു 1600 രൂപയോളം വില വരും ബുക്ക് ഷോപ്സിൻ്റെ അകത്ത്. ഓൺലൈനിൽ ചിലപ്പോൾ ഡിസ്കൗണ്ടിൽ ലഭിച്ചേക്കും. പക്ഷേ ഈ ഒരു പുസ്തകം പലപ്പോഴും ട്രേഡേഴ്സിനെ സംബന്ധിച്ച്, അതായത് നിങ്ങൾ വേറെ ആരുടെയും സഹായങ്ങളൊന്നും എടുക്കാതെ സ്വന്തമായി നിങ്ങൾക്ക് ട്രേഡ് നടത്താനാണ് ഉദ്ദേശമെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ട്രേഡർ എന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ പുസ്തകം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണ്. വളരെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ട്രേഡിന് ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ആ ഒരു ട്രേഡ് നിങ്ങൾ ക്ലോസ് ചെയ്യേണ്ടത് എങ്ങനെയാണുള്ളത്. അത് ക്ലോസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരു സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ താനെ ക്ലോസ് ആയി പോയിക്കോളും, താഴോട്ട് വരികയാണ്. അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ക്ലോസ് ചെയ്യും. ഇത് രണ്ടും സംഭവിക്കാണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? കാരണം നിങ്ങൾ ട്രേഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡേ ട്രേഡർ ആവണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഷോർട്ട് ടേം ട്രേഡർ ആയാലും മതി. അപ്പോൾ നിങ്ങളുടെ ഫണ്ട്സ് അവിടെ ഓരോ ദിവസവും മുടങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, പ്രത്യേകിച്ച് നിങ്ങൾ വല്ല മാർജിൻ അവൈൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഈ ഫണ്ട്സ് നിങ്ങളെങ്ങനെ മാനേജ് ചെയ്യും? നിങ്ങളുടെ സൈക്കോളജി എങ്ങനെ മാനേജ് ചെയ്യും? നിങ്ങളുടെ മനസ്സിൽ പലപ്പോഴും വരുന്ന പല പ്രലോഭനങ്ങളും അവയെ എങ്ങനെ മാനേജ് ചെയ്യും? എങ്ങനെയൊക്കെയുള്ള ഒരു പ്രൊഫഷണൽ ട്രേഡർ, കാരണം മാർക്ക് ഡഗ്ലസ് ഒരു പ്രൊഫഷണൽ ട്രേഡറാണ്. അപ്പം ഒരു പ്രൊഫഷണൽ ട്രേഡർ കടന്നുപോയ വഴികളിലൂടെയും അതെങ്ങനെയാണ് അവസാനം പല നഷ്ടങ്ങൾ സഹിച്ചിട്ടൊക്കെ ആണെങ്കിലും അദ്ദേഹം പിന്നെ അത് ലാഭത്തിലുള്ള ഒരു സക്സസ്ഫുൾ ട്രേഡറായി മാറിയത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ളത് വളരെ സത്യസന്ധമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പല പുസ്തകങ്ങളും നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന കാര്യം, ഇംഗ്ലീഷിലാണെങ്കിൽ ശരി, ഏത് ലാംഗ്വേജിലാണെങ്കിൽ ശരി വായിക്കുന്ന കാര്യം,
പലപ്പോഴും പല പുസ്തകങ്ങളും എഴുതിയത് സത്യസന്ധമല്ല. വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. വളരെ തിയറട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും പറയുന്നത്. എക്സ്പീരിയൻസിൻ്റെ അകത്തുനിന്നോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അന്ന് ലഭിച്ചതുപോലും സത്യസന്ധമായി പറയാൻ പലരും മടിക്കുന്നു. അവർ പറയുന്നത് പലപ്പോഴും ഉട്ടോപ്യൻ തിയറിയാണ്. ഇത് പക്ഷേ അങ്ങനെയല്ല. ഇത് നിങ്ങൾക്ക് വായിക്കാൻ കഴിഞ്ഞാൽ ടെക്നിക്കലും ഫണ്ടമെൻ്റലും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വളരെയധികം പറയുന്നുണ്ട്. വായിക്കാൻ കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ കഴിയുന്ന ഒരു നല്ല അറിവ് തന്നെയായിരിക്കും. ഇനി നമുക്ക് കുറച്ച് മലയാളം പുസ്തകങ്ങളിലേക്ക് പോകാം. മലയാളം പുസ്തകങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം പറയേണ്ടത് ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം പുസ്തകങ്ങൾ, നല്ല മലയാളം പുസ്തകങ്ങൾ കഴിഞ്ഞ ഏകദേശം 10 വർഷമായിട്ട് ഒന്നും ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് മലയാളം പുസ്തകം നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്കൊരു കാലഹരണപ്പെട്ട ഫീലിംഗ് ആണ് നമുക്ക് തോന്നുക. അപ്പം ആ കൂട്ടത്തിൻ്റെ അകത്ത് അറ്റ്ലീസ്റ്റ് റീപ്രിൻ്റ് കാലങ്ങളോളം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ഇത്, ഓഹരിയിലൂടെ എങ്ങനെ നേട്ടം കൊയ്യാമെന്നുള്ളത്. അത് നമുക്കറിയുന്നത് പൊറിഞ്ചു വെളിയത്തിൻ്റെയാണ്, ഒരു ധനം പബ്ലിക്കേഷൻസിൻ്റെയാണ്. നമ്മുടെ ധനം മാഗസിൻ്റെ, എക്കണോമിക് മാഗസിൻ്റെ, ഫിനാൻസ് മാഗസിൻ്റെ അവർ തന്നെ പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു എന്താ പറയുന്നത് പുസ്തകം ഇദ്ദേഹം എഴുതിയത് 2006 അതിനുശേഷം ഇത് റിവൈസ് ചെയ്തിട്ടൊന്നുമില്ല. അത് തന്നെ ഈ പറഞ്ഞ പോലെ വീണ്ടും പ്രിൻ്റ് ചെയ്തിട്ട് കിട്ടുന്നു, മാർക്കറ്റിൽ അവൈലബിൾ ആണിത്. അപ്പോൾ അദ്ദേഹം ഇത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഒന്നും അറിയാത്തൊരു നിക്ഷേപകന് വായിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ഇതിൻ്റെ അകത്ത് വളരെ ലളിതമായിട്ട് എഴുതിയിട്ടുണ്ട്. ആർക്കും മലയാളം അറിയുന്ന ആർക്കും ഇത് വായിച്ചാൽ ഇത് മനസ്സിലാവും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് തീരെ ഒന്നും അറിയില്ല എന്നുള്ളവരെ സംബന്ധിച്ച് ഈ ഒരു പുസ്തകം നല്ല പുസ്തകമായിരിക്കും. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്തുള്ള പല ടെർമിനോളജിയും പല ടേംസും അവ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ പുസ്തകം വളരെ നല്ലതാണ്. വളരെ ലളിതമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അവസാനത്തേക്കൊക്കെ പോകുമ്പോൾ ഈ പറഞ്ഞതുപോലെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ ഒരു മാർക്കറ്റ് പല തവണയായിട്ട് സെബി മാറ്റങ്ങൾ വളരെയധികം മാറ്റം വരുത്തിയത് കൊണ്ട് ഇതിൻ്റെ അകത്തുള്ള പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും പ്രാവർത്തികമായിരിക്കില്ല. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇപ്പം ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ അകത്ത് മാർജിൻ പണ്ടത്തെ കാലത്ത് അത്രയും, ഈ പുസ്തകമൊക്കെ എഴുതിയ കാലങ്ങളിൽ അത്ര മാർജിൻ്റെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഓപ്ഷൻ സെല്ലിങ്ങിന് വളരെയധികം മാർജിൻ വേണ്ട കാര്യമാണ്. പണ്ടത്തെ കാലത്ത് ആകെ സെല്ല് ചെയ്യുന്നതിൻ്റെ ഈക്വലൻ്റ് എമൗണ്ട് മണിയും അതേപോലെ തന്നെ അതിൻ്റെ MTM മാർജിൻ മാത്രം നമ്മൾ കോമ്പൻസേറ്റ് ചെയ്താൽ മതി. പക്ഷേ ആ ഒരു കാലങ്ങളിൽ എഴുതിയൊരു പുസ്തകമാണ്. പക്ഷേ അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം ഇത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അവസാനത്തേക്ക് കുറച്ച് വിജയകരമായിട്ടുള്ള കുറച്ച് ഓഹരി നിക്ഷേപകരുടെ അവരുടെ സ്ട്രാറ്റജീസും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു വായിച്ചിരിക്കാൻ നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ ആദ്യം കൊടുത്തിരിക്കുന്നതൊക്കെ പലപ്പോഴും ഒരു പുതിയ ബിഗിനറെ സംബന്ധിച്ച് വളരെ ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണിത്. അടുത്തതായി നമുക്ക് ഉള്ളത് ഇതൊരു പുസ്തകം ഈ പറഞ്ഞ പോലെ മലയാള മനോരമ പബ്ലിഷ് ചെയ്തൊരു പുസ്തകമാണിത്, ഓഹരി വിപണിയിലെ വിജയമന്ത്രങ്ങൾ. ഇത് ഓതേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലക്സ് കെ മാത്യൂസും ഡോക്ടർ കെ ശശിധരനുമാണ്. അലക്സ് എന്നുള്ള പേര് പലർക്കും പരിചയമുള്ളതായിരിക്കും. ജിയോജിത്തിൻ്റെ അനലിസ്റ്റ് ആയിരുന്നു. ഇപ്പോഴും അദ്ദേഹം ജിയോജിത്ത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ആദ്യകാലങ്ങളിലുള്ള നമ്മുടെ സ്റ്റോക്ക് നിക്ഷേപകരുടെയും അനലിസ്റ്റുകളുടെയും കൂട്ടത്തിൽ വളരെ പ്രബലനായ ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ ഫസ്റ്റ് എഡിഷൻ 2010 2011 അവസാനമായി തേർഡ് എഡിഷൻ ഇറങ്ങിയത്. അതിനുശേഷം കഴിഞ്ഞ 10 വർഷമായിട്ട് ഇതിൻ്റെ അകത്ത് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതും അതേപോലെ തന്നെ എന്താ പറയുന്നത് വളരെ ബേസിക്സിൻ്റെ അകത്തു നിന്നൊക്കെ തന്നെ തുടങ്ങുന്നു. പക്ഷേ ഒരു കഥ പോലെയൊക്കെ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വായിക്കുമ്പോൾ നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന പോലത്തെ ഒന്നുള്ളൊരു ഫീലിങ്ങോ അല്ലെങ്കിൽ ഉറക്കം വരുന്ന ഒരു കാര്യമല്ല. ഓരോരുത്തരും കഥ പോലെ വായിച്ച് മുന്നേറുന്നുണ്ട്. അപ്പോൾ കോൺസെപ്റ്റ് ഒരു കഥയിൽ കൂടെ പറയുന്നുണ്ട്. കുറച്ച് വായിക്കാൻ കുറച്ച് ഗുണമുള്ളതാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പകുതിയോളം പേജുകൾ കൊടുത്തിരിക്കുന്നത് അന്നത്തെ കാലത്തെ, അതായത് 10 വർഷം മുമ്പുള്ള പല ഡേറ്റകളുമാണ്. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ കഴിയും സെൻസെക്സ്, നിഫ്റ്റിയിലുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, സെൻസെക്സിലുള്ള സ്റ്റോക്കുകൾ ഏതാണ്, അവയുടെയൊക്കെ ഏത് സെക്ടറാണ്, അതേപോലെ തന്നെ ഓപ്ഷൻസിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഏകദേശം പകുതിയിലേറെ പേജ് അങ്ങനത്തെ ഡേറ്റയാണ് കൊടുത്തിട്ടുള്ളത്. 10 വർഷം മുമ്പ് ഈ ഡേറ്റകളൊക്കെ വളരെ വിലപ്പെട്ടതായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ സ്ക്രീനറോ അതുപോലുള്ള ഈസി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇങ്ങനത്തെയുള്ള ഡേറ്റകളൊക്കെ അന്നത്തെ കാലത്ത് വളരെ പ്രസക്തമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അത്ര പ്രസക്തമല്ല. അപ്പം പകുതി പേജുകൾ വളരെ ഉപകാരപ്രദമായിട്ട് തന്നെ വേണം നമുക്ക് കരുതാൻ. അപ്പോൾ ഇതിനകത്ത് റിസ്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ടെക്നിക്കൽസിൻ്റെ ഫണ്ടമെൻ്റൽസും പറയുന്നുണ്ട്, റിസ്ക് മാനേജ്മെൻറ്റും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വളരെ നല്ലതാണ്. നിങ്ങൾ ഇതിൻ്റെ പുതിയ എഡിഷൻ എത്രത്തോളം മനോരമയുടെ ഔട്ട്ലെറ്റുകളിൽ ലഭിക്കുമെന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. കാരണം ഞാനിത് വാങ്ങിച്ചത് തന്നെ 10 വർഷം മുമ്പാണ്. അതിനുശേഷം ഇത് റീപ്രിൻറ്റ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് ബുക്ക് സ്റ്റാൻഡ്സിലൊക്കെ ലഭിക്കാനുള്ള സാധ്യത വളരെയധികമുണ്ട്. മറ്റൊരു പുസ്തകം ഇതാണ്. ഈ പുസ്തകം ഓഹരി വിപണിയിൽ കോടീശ്വരനാകുമെന്നാണ് ഇതിൻ്റെ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ ഇതും എഴുതിയത് കെ ശശിധരനും അലക്സ് കെ മാത്യൂസും അതേ നേരത്തെ പറഞ്ഞ ബുക്കിൻ്റെ അതേ ഓതേഴ്സ് തന്നെയാണ്. പക്ഷേ പബ്ലിഷ് ചെയ്തത് DC ബുക്സ് ആണ്. കണ്ടൻറ്റ് വൈസ് ആണെങ്കിലും ഇതിൻ്റെ അകത്തുള്ള ഉള്ളടക്കങ്ങളാണെങ്കിലും
കുറേ ഓൾമോസ്റ്റ് 80% വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മറ്റതിൻ്റെ അകത്ത് നമ്മളൊരു ഫണ്ടമെൻ്റൽസ് മുതൽ വളരെ കഥകൾ പോലെ പറഞ്ഞു പോകുന്നുണ്ട്. ഇതിനകത്തും കഥകൾ പോലെയൊക്കെ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. അതേസമയം ഇതിനകത്ത് ഫണ്ടമെൻ്റൽസ് അത്ര കാര്യമായിട്ടില്ല. അപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ബിഗിനർ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇക്വിറ്റിയിലൊക്കെ പ്രത്യേകിച്ച് ട്രേഡ് ചെയ്ത് പരിചയമുള്ള ആൾക്ക് ഇപ്പോൾ ബാക്കിയുള്ള കുറച്ച് ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ അകത്തേക്ക് ഇറങ്ങണമെങ്കിലോ അല്ലെങ്കിൽ വേറെ കുറച്ച് ഓക്സിലറി ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിലോ ഓപ്ഷൻ സ്ട്രാറ്റജി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഇക്വിറ്റി വിട്ടിട്ട് നിങ്ങൾക്ക് F&Oയിലേക്കൊക്കെ ഇറങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് പ്രൈമറി ലെവലിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഞാൻ മറ്റേ പുസ്തകത്തിൻ്റെ അകത്ത് ഉള്ളതുപോലെ തന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ ഇതിനകത്ത് പറയുന്നത് ഏകദേശം പകുതിയോളം ഈ പുസ്തകത്തിൻ്റെ പകുതിയോളം വീണ്ടും ഇതിൻ്റെ അകത്ത് ഡേറ്റയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ആ ഒരു വർഷത്തെ റിസൾട്ടുകൾ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യമാകില്ല. അതുപോലെ തന്നെ ഇൻകം ടാക്സിൻ്റെ സ്റ്റോക്കിൻ്റെ അകത്തു നിന്നുള്ള ഇൻകം ടാക്സുകളുടെ അന്നത്തെ കാലത്തെ നിയമങ്ങളൊക്കെ എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കാലഹരണപ്പെട്ടു പോയി. പക്ഷേ എങ്കിലും ബാക്കിയുള്ളതെല്ലാം നല്ലതാണ്. ഇത് DC ബുക്സാണ് പബ്ലിഷ് ചെയ്തത്. ഇവയൊക്കെ കൂടാതെ പല കിൻഡിൽ ബുക്സുകളൊക്കെ ഉണ്ട്. അതായത് ആമസോൺ കിൻഡിൽ ഫയറിൻ്റെ അകത്തൊക്കെ വായിക്കാൻ പറ്റിയ പുസ്തകങ്ങളൊക്കെ പലതുമുണ്ട്. അവ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ കൊടുക്കുന്ന പണത്തിന് തക്ക മൂല്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. പല പുസ്തകങ്ങളും ഞാൻ എടുത്ത് നോക്കുമ്പോൾ കണ്ടിട്ടുള്ളൊരു കാര്യം, ഒന്നുകിൽ അത് ഏതെങ്കിലും ഒരു ബ്ലോഗിൻ്റെ അകത്തുള്ള ഇംഗ്ലീഷ് ആർട്ടിക്കിൾ മൊഴി മാറ്റി അതേപോലെ തന്നെ കൊടുത്തു എന്നുള്ളതോ, പലതും തമ്മിൽ പല വിഷയങ്ങളും തമ്മിലൊരു ബന്ധമൊന്നുമില്ല. ചിലതൊക്കെ ആണെങ്കിൽ ചില മലയാളത്തിൻ്റെ അകത്ത് തന്നെയുള്ള ബ്ലോഗ് ഫിനാൻസ് മാഗസിൻ്റെ അകത്തുള്ളത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ച പോലെ തന്നെയുള്ളൂ. ഈ കിൻഡൽ ബുക്സൊക്കെ സെൽഫ് പബ്ലിഷിംഗ് ബുക്സാണ്. അപ്പോൾ അവയൊന്നും ഒരു നിലവാരമുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളതോ ആയിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് പക്ഷേ കിൻഡൽ ഫയറോ അല്ലെങ്കിൽ അക്കൗണ്ട്സൊക്കെ ഉള്ളവർക്ക് പരിശോധിക്കാവുന്നതാണ്. ഞാൻ കുറച്ച് പുസ്തകങ്ങളൊക്കെ കണ്ടു. ഓഹരിയിലൂടെ എങ്ങനെ നേട്ടം കൊയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു സ്വിംഗ് ട്രേഡർ ആകാം. എനിക്കൊന്ന് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഒരു കാലമായതുകൊണ്ടാണ് തോന്നുന്നു അങ്ങനത്തെ ഒരു പുസ്തകം എഴുതിയത്. പക്ഷേ അതിൻ്റെയൊക്കെ റിവ്യൂസൊക്കെ നോക്കുമ്പം വളരെ മോശത്തിൽ നിന്നും മോശമായിട്ടുള്ളൊരു റിവ്യൂസൊക്കെയാണ്. അതുപോലത്തെ സ്വിംഗ് ട്രേഡിങ് ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും എഴുതിയിട്ടുണ്ട്. അനുരാഗ് ശശിധരൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എഴുതിയിട്ടുണ്ട്. പക്ഷേ അവ പലപ്പോഴും ഒരു നിലവാരത്തിനൊത്ത് ഉയർന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതേപോലെ തന്നെ വായിച്ചവരും റിവ്യൂ ഒക്കെ അതൊക്കെ തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ പുസ്തകങ്ങൾ വായിക്കാൻ പരമാവധി ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഇതൊരു കരിയറായിട്ട് കൊണ്ടു നടക്കാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് കൂടുതൽ അറിവുകൾ നേടുക എന്നുള്ളത്, അതായത് കൂടുതൽ ആധികാരികമായ അറിവുകൾ നേടുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും അറിയാത്ത ആരെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന കുറേ ബ്ലോഗുകൾ വായിക്കുന്നതിൽ നിന്നോ ഉള്ള അറിവുകളെക്കാളും വളരെ സോളിഡായിട്ടുള്ള അറിവുകളായിരിക്കും നിങ്ങൾക്ക് പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുക. ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. Please subscribe and click on the bell icon for more videos.